ഇന്ന് പണിക്ക് പോയിട്ട് ദിനേശാ. ഇയാളെപ്പോ പണിക്ക് പോയിനി? ഓ സമയം 12:50. ബിരിയാണി ഫസ്റ്റിന്റെ ബിരിയാണി ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഇന്നാണ് വീട്ടിൽ ചോറും വെച്ചിട്ടില്ല. ഓ ഞാനും ഒരു 5 പറഞ്ഞു കേട്ടാ വീട്ടിലേക്ക്. സന്തോഷം, നീയൊന്നും പറഞ്ഞിട്ടില്ലടാ? ഇല്ലപ്പ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ പ്രാവശ്യം നല്ല ദം ബിരിയാണിയാണ്. സുമിത്രന്റെ ബിരിയാണി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ ഞാൻ പോട്ടെന്നാല്. വൈഫാടെ ബിരിയാണി കൊണ്ട് കാത്തിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ കൊളസ്ട്രോളിന്റെ ഗുളികൊന്നും കഴിക്കല്ലേ രമേശേട്ടാ? നിന്റെ അച്ഛനാണ് കൊളസ്ട്രോൾ. രമേശേട്ടാ, ഇതാര് യൂട്യൂബർ തെക്കടവനാ? നിന്റെ വീഡിയോയിലും ജോറാവുന്നുണ്ട് കേട്ടുവാ. നാളെ സിനിമക്കാരന്റെ ചക്കനാ അല്ലടാ. എന്ത് സഹായം വേണമെങ്കിലും രമേശ് ചേട്ടനോട് ചോദിച്ചോ. രമേശ് ചേട്ടൻ കൂടെ കട്ടൊക്കെ ഉണ്ട് കിട്ടുവാ. രമേശ് ചേട്ടാ, ഞങ്ങൾക്ക് നിങ്ങളെ ചെറിയൊരു ഹെൽപ്പ് വേണം. പൊണ്ടാരം കൊടിഞ്ഞോ. രമേശേട്ടാ, നിങ്ങളെ വീടൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണം. ഓ അത്രേ ഉള്ളൂ. നീ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണം വന്നോ. അത് പറ്റൂല രമേശേട്ടാ, നമുക്ക് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കണം. എന്നാ 3 മണിക്ക് ശേഷം വീട്ടിലേക്ക് വന്നോ. അത് പറ്റില്ല രമേശ് ചേട്ടാ, ഞങ്ങൾക്ക് ഷൂട്ട് തീർത്തിട്ട് വേണം ഇന്ന് എറണാകുളത്ത് പോകാൻ. പിള്ളേർ ആഗ്രഹമല്ലേ എൻ്റെ രമേശ് ചേട്ടാ. നിങ്ങൾ വേണ്ട ഇതെല്ലാം നോക്കി നടത്തി കൊടുക്കാൻ. ഓ നീ പറഞ്ഞിട്ട് വേണ്ടേ. നിങ്ങൾ വാടാ മക്കളെ. നിങ്ങളുടെയൊക്കെ ഞാനിപ്പോൾ വരാം. ആ എടാ, നമുക്ക് ഫസ്റ്റ് ഷോട്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. എടാ പിന്നെ ഈ വൈറ്റും ബ്ലാക്കും ഇട്ടാ പോരെ? എത്ര നേരമായി കാത്തുക്കുന്നത്? ഞാൻ ഇത് മാറ്റിയിട്ട് വരാം. നീ എന്നാ വേഗം കോസ്റ്റ്യൂം. ബിരിയാണി വന്നിട്ട് 1/2 മണിക്കൂറായി. തന്നിട്ടുണ്ടാവില്ലേ ഇപ്പൊ? പുറത്ത് 2 കച്ചറ പിള്ളേർ വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഒഴിവാക്കിയിട്ട് വരാം. പിന്നെ ലെഗ് പീസ് എനക്കണ്ണ് വെക്കണം മുത്തേ. മാനത്തെ ജിങ്കിടി ജിങ്കിടി മണിമാളിക ജിങ്കിടി ജിങ്കിടി. ക്യാമറ റോളിംഗ്, ആക്ഷൻ. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന നിനക്കൊന്നും സഖാവിൻ്റെ അർത്ഥം അറിയില്ല. സഖാവ് എന്താണെന്ന് നിനക്ക് ആ കോളനി പിള്ളേർ പറഞ്ഞു തരും. മോനെ ആൻഡോ, ഞാനൊക്കെ കളത്തിലിറങ്ങുമ്പോൾ നീയൊക്കെ ഞരമ്പിലാ. നീ ഉള്ള കളി കളിക്ക്, ലോണെടുത്ത് കളിക്കല്ലേ. കോട്ടട പുന്നാറ മോനെ. പിള്ളേരെ ഷൂട്ട് ചെയ്യാനായാ? രമേശേട്ടാ, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് ഇത്. പ്ലീസ്. ഒന്നും കൂടാ. എടാ നീ നിന്റെ സ്ഥിരം എക്സ്പ്രഷൻ ഒന്ന് മാറ്റിപ്പിടി. എടാ ഇതിലെന്തായാലും സെറ്റാവും. ഞാൻ പരകായ പ്രവേശനം ചെയ്യാൻ തീരുമാനിച്ചു. എടാ മിഡ് ഷോട്ടാണ്. ഓക്കെ, ക്യാമറ റോളിംഗ്, സെറ്റാണ്. ആക്ഷൻ. റെഡി. എടാ പന്ന പുന്നാര മോനെ, കാര്യം കാണാൻ സ്വത്തും മറന്ന് മുട്ടുമടക്കി തൊഴുത് കാലഘട്ടത്തിനൊത്ത് നിൽക്കാൻ പറ്റാതെയാവുമ്പോൾ, അല്ലെങ്കിൽ നീയൊന്നും ഈ ലോകത്തില്ലെന്ന് നിനക്കൊക്കെ തോന്നുമ്പോ, മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് കയറാൻ നിനക്കൊന്നും ഒരു മടിയുണ്ടാവില്ല. കാരണം നഷ്ടപ്പെടാൻ നിനക്കൊന്നും ഇനി ഈ ജീവിതത്തിലൊന്നും ഉണ്ടാകില്ലെന്നറിയാം. ഇതാണ് നിന്റെ പരകായ പ്രവേശം. ആ ഈ വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ള പേരും കൂടെ പോവും. നീ ആദ്യം ഒന്നും മര്യാദക്ക് ചെയ്. എടാ ഇപ്പം നാട്ടിൽ എനിക്കൊരു വിലയുണ്ട്. ഇയാളെ മുന്നിൽ നിന്നൊന്നും ആ വില നീ കളയല്ല. ഓക്കെ. രമേശ് ചേട്ടാ, ഇന്നിടെ ബിരിയാണിയാന്നല്ലേ? നിങ്ങളെല്ലാം ലൈഫാ ലൈഫ്. നിങ്ങളെ ശീലിച്ച് നല്ല കുക്കാണല്ലേ? രമേശ് ചേട്ടാ, എന്നാ ഇന്നത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ. ഞങ്ങൾക്ക് വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല പണി കിട്ടൂട്ടാ. അത് ഉറപ്പല്ലേ? നീ കുറെ കഴിക്കും.
നീ ഉണ്ടാക്കിയ ബിരിയാണി അവർക്ക് വേണമല്ലോ, വെറുതെ വയറ്റിന് അസുഖം പിടിക്കണ്ട. ബിരിയാണി സൂപ്പർ. ലെഗ് പീസ് അതിലും സൂപ്പറാ.